ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അല്ല നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല, കാലതല്ലേ. അല്ല അപ്പൊ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ? കാലം നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. കളിയാക്കണം. എഫർട്ട് എടുത്തുകൊണ്ട് സിനിമ കാണാം, പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ആ ചോദ്യം ഡയറക്ടറോട് അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും 2 ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, മമ്മൂക്ക ഇക്കണ രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു, ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടുവേഴ്സ് ദി എൻഡ് ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. സോ ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോൾ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, പ്രമേയുഗം എന്ന് പറഞ്ഞൊരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പം പക്ഷേ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് TD സാറുമാരി ഒരു സാറിൻ്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് TD സാർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നതും. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. ആരുടെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. നമുക്ക് ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന്
സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ വന്നത്. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിലിട്ടിട്ട് പോയി കളയും. റേറ്ററിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ കുറേ നോവലുകളൊക്കെ കൊണ്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ